നമസ്കാരം. ഇസ്രയേലിലെ ജെറുസലേമിൽ നിന്ന് അഖിലയാണേ. ഇന്ന് 17/6/2025. അപ്പൊ കുറച്ച് ലൈവ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇസ്രയേലിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, സുഖമാണോ, സേഫ് ആയിട്ടിരിക്കുക, നമ്മൾ ഭാരതീയർ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതിൽ കേട്ടോ. ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്നലത്തെയും ഇന്നത്തെയും അപ്ഡേഷൻ തരാം. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇറാൻ നമുക്ക് നേരെ ഇന്നലെ പ്രത്യേകിച്ച് മിസൈൽസ് ജെറുസലേമിലേക്ക് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നലെ ഒരു അലേർട്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വെളുപ്പിനെ 12:25 AM ഒരു എക്സ്ട്രീം അലേർട്ട് നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ജെറുസലേമിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അലേർട്ട് വന്നിരുന്നെങ്കിലും ഒരു നമ്മൾ ബോർഡറിൽ വെച്ച് തന്നെ അതിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് അതിനെ കടത്തി വിട്ടിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജെറുസലേമിന്റെ ബോർഡർ പോലും താണ്ടുന്നതിന് മുമ്പ് നമ്മൾ അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇന്നിപ്പോ രാവിലെ ഞാൻ അതിന്റെ ഒരു അപ്ഡേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 8:30 ആയപ്പോഴത്തേന് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു മാസീവ് അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പം ദൈവാനുഗ്രഹിച്ച് ആർക്കും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മളത് ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് കാഷ്വാലിറ്റീസോ കാര്യങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. ജെറുസലേമിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ക്വൈറ്റാണ്. പിന്നെ പ്രധാനമായിട്ടും നാട്ടിലുള്ള ആളുകള് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കാരണം ന്യൂസുകളിൽ കാണിക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യക്കാരെ ഇസ്രയേലിൽ നിന്നും എത്രയും വേഗം ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയൊരു അപ്ഡേഷൻ നിലവിൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം സമയം ഇവിടെ 9:30 രാവിലെ 17/6/2025. കാരണം നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പം ഇന്ത്യൻ എംബസിയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ നോക്കിയാൽ മതി. ടെല്ലവീവിലാണ് ഇന്ത്യൻ എംബസി സ്ഥിതി ചെയ്യുന്ന ഇസ്രയേലില്. അവിടെ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ അവർ തരുമ്പം ഫസ്റ്റ് അവരൊരു പോസ്റ്റ് ഇടാറുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെയാണ് അവർ ലാസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സേഫ് ആയിട്ടിരിക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങളെ സൂക്ഷിച്ചോളുക എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒഴിപ്പിക്കൽ നടപടിയുടെ കാര്യമൊന്നും ഇന്ത്യൻ എംബസി ഇതുവരെ ഇവിടുത്തെ ഇന്ത്യൻ എംബസിക്ക് അറിയില്ല. പിന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകര് ഇന്ത്യൻ എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അവരിപ്പം നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. നാട്ടിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നതെന്ന് അറിയത്തില്ല. ഒരു പ്രത്യേക ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒന്നും സത്യത്തിൽ എനിക്കറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. നമ്മള് മാധ്യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയുക്തവും സത്യത്തിനും വേണ്ടിയിട്ട് നിൽക്കുന്നതായിരിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തി അതിൽ നിന്ന് എന്ത് ലാഭം കിട്ടാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാട്ടിൽ അതായത് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ടിട്ട് നമ്മൾ ഒരു രാജ്യത്തേക്ക് ജോലി ചെയ്യാനായിട്ട് വരുമ്പോ നാട്ടിലിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ പാനിക് ആക്കുന്ന രീതിയിൽ വേറെ പലരെയും സുഖിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഇടുമ്പം നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന ഇവിടെ നിൽക്കുന്ന അവർക്കും ഫാമിലി ഉണ്ട്. അപ്പൊ അവർക്ക് പേടിയാണ്, ആശങ്കയാണ്. അവർ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഉടനെ ഒഴിപ്പിക്കുമെന്ന് പറയുന്നു, സ്ഥിതി അത്രത്തോളം മോശമാണോ എന്ന് വിളിച്ച് ചോദിക്കത്തിട്ട് നിലവിലെ സ്ഥിതി നമുക്ക് ഓക്കെയാണ്. വലിയ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലൂടെ ഒന്നുമല്ല നമ്മളിവിടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെ ഇന്ത്യൻ എംബസി ഇവിടുന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ടെല്ലവീവ് ഇന്ത്യൻ എംബസി എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇന്ത്യൻ എംബസിയുടെ പിന്നെ പേജ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. പിന്നെ എന്തിനാണ് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തി ആൾക്കാരെ പാനിക് ആക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നും ഭാരതവുമായിട്ട് ഏറ്റവും അധികം ആത്മബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രയേല്. ആ ഇസ്രയേലിനെതിരെ ഇങ്ങനെ ശക്തമായ വ്യാജ പ്രചരണവും AI ഉപയോഗിച്ചിട്ടുള്ള കുറെ ഫേക്ക് വീഡിയോസും ഒക്കെ കാണിച്ചിട്ട് നാട്ടിലുള്ള ജനങ്ങളെ ഇങ്ങനെ പാനിക് ആക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിനോടാണ്. അതായത് അങ്ങ് ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല. കേരളത്തിൽ നിന്ന് ഒരു പറ്റം മലയാളികള് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. കേരളത്തിനൊരു അവസ്ഥ വരുമ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈ അയച്ച് സഹായിക്കുന്ന ഒരു പറ്റം മലയാളികളാണ് ഇവിടെ നിൽക്കുന്നത്. എന്തൊരു കേരളത്തിന് പ്രശ്നം വന്നാലും നമ്മൾ എപ്പോഴും കേരളത്തെ ചേർത്ത് നിർത്തി കൂടെയുണ്ട്.
പ്രവാസികളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ കേരളത്തിൽ പ്രത്യേകിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, കാരണം സാമ്പത്തികപരമായിട്ട് നമുക്കൊരു ഉന്നമനം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റു പല രാജ്യങ്ങളിലേക്കും നമ്മൾ ജോലിക്കായിട്ട് പോകുന്നത്. അപ്പം ഇതുവരെ വിളിച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ക്ഷേമം ഒന്നും അന്വേഷിച്ചിട്ടില്ല. നിങ്ങളൊക്കെ അവിടെ ഒരു യുദ്ധ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നു, നിങ്ങൾ അവിടെ ഓക്കെ ആണോ, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളൊക്കെ സേഫ് അല്ലേ എന്നൊരു വാക്ക് ചോദിക്കുക. അതിന് പകരം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് വളരെ മോശകരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ എന്തിനാണ് നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് അതായത് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് മലയാളികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ക്ഷേമം കൃത്യമായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ഒരു പറ്റം, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇസ്രയേലിൽ ജോലി ചെയ്യുന്നത്, കേരളത്തിലെ ഒരു പറ്റം ജനങ്ങൾ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് വന്ന് ജോലി ചെയ്യുമ്പോൾ കേരളത്തിലെ ഭരണാധികാരി എന്ന നിലയിൽ താങ്കൾക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാം അവിടെ ഓക്കെ ആണോ? ഈ നിമിഷം വരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഒരു വിഭാഗത്തിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരള ജനതയുടെ മുഴുവൻ മുഖ്യമന്ത്രിയാണ് താങ്കൾ. തീർച്ചയായിട്ടും താങ്കൾക്ക് താങ്കളുടെ ഭരണത്തിൽ പ്രതിബദ്ധതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താങ്കളുടെ പൊസിഷനിൽ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കാം. എന്തായാലും അന്വേഷിക്കാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് പറയാം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. ദൈവാനുഗ്രഹിച്ച് നല്ല രീതിക്ക് തന്നെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമ്മളോട് എന്ത് നെറികേട് ഇങ്ങോട്ട് കാണിച്ചെന്ന് പറഞ്ഞാലും കേരളത്തിനൊരു പ്രശ്നം വന്നു എന്ന് നമ്മൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൈയച്ച് സഹായിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു പറ്റം ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. അത് കേരളം നമുക്ക് അത്രയും മാതൃരാജ്യത്തോട് നമുക്ക് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാതൃരാജ്യത്തിന് എന്തൊരു പ്രശ്നം വന്നാലും ആദ്യം നമ്മൾ മാതൃരാജ്യത്തിന് വേണ്ടി തന്നെ നിൽക്കും. ജയ് ഹിന്ദ്.